ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ ലാസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുവാങ്ങിനെ നമ്മുടെ ലിയൻ വന്നിട്ട് അവളെ റൂമിലാക്കിയല്ലോ. പിറ്റേന്ന് രാവിലെ ആട്ടോ കാണിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് ഇവനെ എണീറ്റ് വരുന്ന സമയത്ത് അവിടെ ലിയൻ ഇരിക്കുന്നു. ലിയൻ പറയാണ്, ഇന്നലെ നമ്മുടെ ഇടയിൽ നടന്ന എല്ലാ കാര്യവും ഞാൻ ഡോങ്ങിൻ്റെ അടുത്ത് പറയത്തൊന്നുമില്ല, നീ ആയിട്ട് പോയി പറയാൻ മതി, ഞാനിത് സീക്രട്ടായിട്ട് കീപ്പ് ചെയ്തോളാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുവാങ് ചോദിക്കുകയാണ്, എന്ത് കാര്യത്തെ പറ്റിയാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇടയിൽ അതിനെ ഒന്നും നടന്നില്ലോ, നീ എന്നെ ഫൂളാക്കാനൊന്നും നോക്കണ്ടെന്ന് പറയുന്ന സമയത്ത് നീ ലാസ്റ്റ് സമ്മതിക്കുകയാണ്, ശരി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചാലൊന്നും നിന്നെ ഫൂളാക്കാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ നിൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനുള്ള ഒരു പെണ്ണിനെ നോക്കുകയാണെങ്കിൽ അത് നിനക്കും കൂടി നല്ലതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്തും സുവാങ് അവൾ പറയുന്നതെല്ലാം റിജക്റ്റ് ചെയ്യണം. മാത്രമല്ല, പോകുന്നതിന് മുമ്പ് അവർ കാര്യം പറയണം, എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം, നീയാണ് ഇപ്പോൾ ഈ നമ്മുടെ ഡോങ്ങിനെതിരെ നടക്കുന്ന എല്ലാ റൂമേഴ്സിനും കാരണം, അതിനുവേണ്ടി ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുന്നു പറയുന്ന സമയത്ത് ലിയൻ പറയാണ്, നീ പോയി കേസ് കൊടുക്കുക, എവിഡൻസ് ഇല്ലാതെ നീ എങ്ങനെ കേസ് കൊടുക്കുന്നതെന്നും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ സുവാങ് നേരെ പോകുന്നത് നമ്മുടെ ചുൻഹുവി ഉണ്ടല്ലോ, അവൻ്റെ പപ്പയെ കാണാനാട്ടോ. പപ്പയെ വിളിച്ചുകൊണ്ട് നമ്മുടെ ബെയർ കമ്പനിക്ക് കൊണ്ടുവന്നേക്കുവാണ് സുവാങ്. വേറെ ഒന്നുമില്ല, ആളെങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ട് ഇവർക്കൊരു ചാൻസ് കൊടുക്കും, നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കും, ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം ആ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ സുവാങ് വലിയൊരു കമ്പനിയുടെ CEO ഒക്കെ ആയതുകൊണ്ട് അവനോടുള്ള ഒരു പാർട്ട്ണർഷിപ്പും കൂടി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ചുൻഹുയുടെ പപ്പ അവിടെ വരുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ അടുത്തും പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം, നിങ്ങൾ വന്നിട്ട് ഈ ഒരു ചാൻസോടെ തന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചുൻഹുവ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നു പറയുന്ന സമയത്തും എല്ലാവരും കൺവിൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആരും കൺവിൻസ് ചെയ്യുന്നത് അയാൾക്ക് എത്ര കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ലാസ്റ്റ് ഡോങ് ഇവർ ഇയർ ബുക്ക് എടുത്ത് കാണിച്ചിട്ട് പറയണം, ഇത് കണ്ടില്ലയോ, നിങ്ങൾക്ക് ഇത്രയും അധികം ഞങ്ങൾ നല്ലൊരു ലെവലിൽ ഓരോരോ കാര്യങ്ങൾ ചെറിയ കമ്പനീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചുൻഹുവയുടെ പങ്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടും ആ കാര്യങ്ങളെല്ലാം എടുത്ത് കാണിച്ചു കൊടുത്ത് ഇവരുടെ വർക്ക്സും എല്ലാം കാണിക്കുന്ന സമയത്തും ആൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചുൻഹുവ മോനെ വിളിച്ചിട്ട് പറയാണ്, നീ ഒന്ന് പുറത്തേക്കിട്ട് വന്നേ, നമുക്ക് ഇച്ചിരി സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടും പുറത്തു പോകാം കേട്ടോ. ആക്ച്വലി ഇവർക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു ഡൗട്ട്, ഇനി മേ ബി ഇയാൾ കൺവിൻസ് ആയില്ലയോ, ചുൻഹുവയുടെ പപ്പ കൺവിൻസ് ആയില്ലയോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. എന്നിരുന്നാൽ പോലും സുവാങ്ങിൻ്റെ ഹെൽപ്പോടെയല്ലേ ഇത് നടന്നത്. അതുകൊണ്ട് ഡോങ് ചെന്നിട്ട് സുവാങ്ങിൻ്റെ അടുത്ത് താങ്ക്സ് പറയണം. സുവാങ്ങിൻ്റെ അടുത്ത് കയറി സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഡോങ് പറയണം, അത് പേഴ്സണൽ കാര്യം ഒന്നും സംസാരിക്കേണ്ട, എനിക്ക് വന്ന് കുറച്ച് പേഴ്സണൽ ടൈം വേണം, ആ ഒരു ടൈം എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പം തീരുമാനിക്കുക എന്നുള്ള രീതിക്ക് സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് ഡോങ് ചെന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ്, എന്ത് പറ്റുമെന്ന് അറിഞ്ഞൂടെ, എന്താ അവസ്ഥ എന്ന് അറിഞ്ഞൂടെ, ഇനി അവനെ തിരിച്ചു വിടുവോ, അത് ആൾ കൺവിൻസ് ചെയ്യായില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ചുൻഹുവ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, എൻ്റെ പപ്പ പറഞ്ഞു ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ആൾ ഇത്രയും എമൗണ്ട് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലയോ, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി നല്ല ഹൈ പൊസിഷനിൽ വരണം, ഇല്ലെങ്കിൽ ഈ കമ്പനി തന്നെ ആൾ പൂട്ടിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇനി നല്ല വൃത്തിയായിട്ട് വർക്ക് ചെയ്യണമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുവാണ്. ഈ സമയത്ത് സൂവിനെ കാണിക്കട്ടോ. അപ്പോൾ സൂവിന് ഇപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ, അവൻ വെക്കേഷൻ പോലെ ഇവിടെ വീട്ടിൽ ഇരിക്കുമല്ലേ. ആ സമയത്ത് സൂവിൻ്റെ അപ്പം വന്നിട്ട് പറയണം, നീ ഇപ്പോൾ കുറേ ദിവസമായാലും ഓഫീസിലേക്കൊക്കെ പോയിട്ട് നീ എന്തെങ്കിലും മടിയനായിട്ട് വരുന്നേ, നിനക്ക് എന്താ ജോലിയെ പറ്റിയൊന്നും ഒരു ചിന്തയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കുറേ വഴക്ക് പറയുവാണ്. അപ്പോൾ സൂ തിരിച്ചു പറയണം, പപ്പ ഞാനിപ്പോൾ ചെറിയ കൊച്ചൊന്നുമല്ല, എന്നെ നിങ്ങൾ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ ജീവിതം എങ്ങനെയാണ് എനിക്ക് ജീവിക്കേണ്ടതെന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്ക് നെഞ്ചുവേദന വന്ന ആളവിടെ വീഴുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൂ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്താണ് ആ ഡോക്ടർ പറയുന്നത്, ഇവൻ്റെ അച്ഛന് വന്ന് ഇങ്ങനെ ലങ്സ് ക്യാൻസറും ഉണ്ട്, കുറേ കാലമായി തുടങ്ങിയിട്ട്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പപ്പയെ രക്ഷിക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ പറയണം, ഒന്നും നോക്കണ്ട, ഇനി ഓപ്പറേഷൻ ചെയ്തേക്കെന്ന് പറയാം. എന്നിട്ട് പപ്പയെ കണ്ടിട്ട് പറയണം, പപ്പ ഞാനിപ്പോൾ പഴയ കമ്പനിയെ പോയിട്ട് ഇനി ജോലിയൊന്നും ചെയ്യാൻ പോകുന്നില്ല, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, പപ്പ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ട് നമ്മുടെ സൂവും പപ്പയും തമ്മിൽ വലിയ കാര്യത്തിലുള്ള ആ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ വെച്ച് മാറുവാണ് കേട്ടോ. ഇനി നമ്മുടെ ഡോങ് ആണെങ്കിൽ ഒരു ബണ്ണ് കടയുണ്ട് ഇവള് സ്ഥിരം പോകുന്ന, ആ ഒരു ബണ്ണ് കടയിൽ പോകുന്ന സമയത്ത് ആ ചേച്ചിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവൾ സ്പെഷ്യലായിട്ട് കഴിക്കുന്നൊരു ബണ്ണുണ്ട്, അതുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ചേച്ചി പറയണം, ഇല്ല മോളെ, കാരണം വെച്ചാൽ നീ ഇപ്പം ഇങ്ങനെ കുറേ ദിവസമായിട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബണ്ണ് എടുത്ത് വെക്കാറില്ല എന്ന് പറയുന്ന സമയത്ത് അവൾ പറയണം, വേറെ ഒന്നുമല്ല ചേച്ചി, ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ കുറേ റൂമേഴ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നാൽ നിങ്ങളുടെ കടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു വെച്ചിട്ടാണ് ഞാൻ വരാഞ്ഞത്, വേറെ ഒന്നുമല്ലെന്ന് പറയുന്ന സമയത്ത് ഈ ചേച്ചി പറയണം, മോൾക്കൊരു കാര്യം അറിയോ, ഇവിടെ വന്നിട്ട് നിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് ഞാനിവിടെ ഒരു ബോർഡ് വെച്ചായിരുന്നു, അപ്പോൾ അവിടെ നിന്നെപ്പറ്റി കുറേ പേര് വന്നിട്ട് നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റ് ഇടുമ്പോൾ ഒരു ചെറുക്കൻ വന്നിട്ട് വളരെ നല്ല രീതിക്ക് നിന്നെപ്പറ്റി കമൻസ് ഒക്കെ ഇടാറുണ്ട്, ഇന്നാൾ നിൻ്റെ കൂടെ വന്ന് ചെറുക്കനാന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവാണ് സുവാങ്ങാന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നേരെ കയറി ചെന്ന്
നോക്കുന്ന സമയത്ത് ഇവൾക്കെതിരെ കുറേ തെറ്റ്, ഇവൾ കുറേ പൈസയ്ക്ക് ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെയൊക്കെയുള്ള സമയത്തും അതിനൊക്കെ താഴെയിൽ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സുവാങ് കുറേ കമൻസ് ഇടും. അപ്പോൾ അവളുടെ കണ്ണ് തന്നെ അറിയണം. അവൾ ആ കമൻസ് എല്ലാം തന്നെ അവൾ എടുത്തു വയ്ക്കും. ആ സമയത്ത് സുവാങ് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടും ഇവളുടെ ഓർമ്മയിൽ ഇവൾക്ക് ഇഷ്ടം ഞണ്ടാണല്ലോ, അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവൾക്ക് അയച്ചിട്ട് പറയാണ്, നീ ഇപ്പോൾ വേണമെങ്കിൽ ഞണ്ട് കഴിക്കാൻ വാ, നിനക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നീ വരുന്നോന്ന് ചോദിച്ച് വിളിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇപ്പോൾ ഇവൻ വന്ന് ഇവൾ ഇത്രയും സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ആയി, ഇപ്പോൾ ഞണ്ടിൻ്റെ കാര്യത്തിന് വിളിച്ചെന്നൊക്കെ പറയുമ്പോൾ സമയത്ത് ഇവൾ ചിന്തിക്കുകയാണ്, ഓക്കെ ഇത്രയും നല്ലൊരു ചെറുക്കനെ ദൈവം എനിക്ക് തന്നു, എന്നിട്ട് ഞാൻ അവനെ മിസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിയിട്ട് ഇവനെ കാണാനായിട്ട് പോവാണ്. പക്ഷെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഞണ്ട് മാത്രമേ ഉള്ളൂ, അവനെ അവിടെ കാണാനില്ല കേട്ടോ. അപ്പോൾ അവൾ സാഡ് അടിച്ച് നിൽക്കുന്ന സമയത്ത് സുവാങ് അങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, ഞാൻ വിചാരിച്ച് നീ എന്നെ കളഞ്ഞിട്ട് പോയെന്ന് വിചാരിച്ചെന്ന് പറയുന്ന സമയത്ത് സുവാങ് പറയുന്നത്, ഞാൻ എങ്ങനെ നിന്നെ കളഞ്ഞിട്ട് പോകുന്നത്, എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ നീയാണ്, നിന്നെ ഞാൻ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇവർ രണ്ടുപേരും നല്ലപോലെ സെറ്റ് ആവുകയാണ്. മറ്റേതൊരു ബ്രേക്കപ്പിൻ്റെ വക്കിലായി എന്നുള്ള ലെവലിൽ നിൽക്കുമായിരുന്നല്ലോ, ഇപ്പോൾ അവർ പിന്നെയും റീയൂണൈറ്റ് ചെയ്യുവാണ്. പിറ്റേന്നാണെങ്കിൽ ലിയൻ വന്ന് നമ്മുടെ ഡോങ്ലോങ്ങിനെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് പറയുകയാണ്, നിനക്ക് ഈ പ്രശ്നമൊക്കെ വന്നതിന് ഞാൻ ഉത്തരവാദി. അപ്പോൾ വന്നിട്ട് എനിക്ക് ഇവരിൽ കേസൊന്നും കൊടുക്കാനോ എവിഡൻസ് എടുക്കാനോ നിൽക്കണം, ഞാൻ ഇവിടുന്ന് ജോലി കളഞ്ഞ് പൊക്കണം, ഈ പൈസ നീ സ്വീകരിക്കുക. പകരം ഞാൻ ചെയ്ത കാര്യത്തിന് പറയുന്ന സമയത്ത് ഡോങ്ലോങ് പറയുകയാണ്, നീ ഈ 5 ലക്ഷം രൂപ തന്നാൽ ഞാനെന്താ നിൻ്റെ പൈസയിൽ മയങ്ങുന്നതാണ് നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും ഇല്ല. നിന്നെ ഈ 5 ലക്ഷം ഒന്നും എനിക്ക് വേണ്ട, മാത്രമല്ല ഞങ്ങൾ ലീഗലി മൂവി എന്ന് പറഞ്ഞാൽ ലീഗലി മൂവി എന്ന് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പൈസ റിജക്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് വന്ന് നമ്മുടെ ഡോങ്ലോങ് വരുവാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ സുവാങ് പറഞ്ഞത് പ്രകാരം നമ്മുടെ ആ ഒരു ബെയർ കമ്പനിയുടെ ബോസ് അതുപോലെ ഒരു ഫാറ്റി ഇച്ചിരി തടിച്ചൊരു ചെറുക്കല, ചെറുക്കനാണ് ഫാറ്റി, രണ്ടുപേരും കൂടിയിട്ട് കുറച്ച് ഒരു ക്ലയൻസിൻ്റെ രൂപത്തിൽ ഇപ്പോൾ നമ്മൾ ലിയൻ ഒരു കമ്പനിയുടെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടായിരിക്കും ഇവൾക്ക് വേണ്ടി ഇത്ര റൂമേഴ്സ് ഇറക്കിയത്. ആ കമ്പനി ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഡോങ്ങിനെ പറ്റി ഇവർ ഇങ്ങനെ റൂമർ ഇറക്കിയതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒരു സംസാരിക്കുന്നത് ഇവർ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്ന് ഡോങ് വരിക. അപ്പോൾ ഇവർ പറയണം, ഈ ഒരു വീഡിയോ വന്ന് നമ്മൾ വൈറലാക്കുവാണെങ്കിൽ അത് വന്നിട്ട് ഒരു തരത്തിൽ നമ്മുടെ ഡോങ്ങിൻ്റെ പേരുള്ള ഈ മോശപ്പെട്ട കമൻസ് എല്ലാം മാറാനും, മാത്രമല്ല സെക്കൻഡ് തിങ് എന്ന് വെച്ചാൽ പിയോനി കമ്പനിക്ക് അതൊരു പ്രൊമോഷൻ പോലെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു വീഡിയോ വന്ന് ടിക്ടോക്കിൽ ഇടുവാണ്. ഇന്ന് നമ്മൾ ലിയനെ കാണിക്കുകയാണ്. ലിയൻ വന്ന് അവളുടെ റെസിഗ്നേഷൻ ലെറ്റർ വന്നിട്ട് ആ കമ്പനി റിസപ്ഷനിൽ കൊടുത്തിട്ട് പറയുകയാണ്, സുവാങ്ങിൻ്റെ അടുത്ത് കൊടുത്തേക്ക് ഞാൻ വേറൊരു കമ്പനിയിലേക്ക് നല്ല ജോബ് കിട്ടി, ഞാൻ അങ്ങോട്ട് പോവാണ്, കൺട്രി മാറി അവൾ പോവാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ലിയൻ അവിടെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിട്ട് പോവാണ്. ഇനി നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു ആളെ കാണാൻ പോയേക്കും കേട്ടോ. ആൾ വന്നിട്ട് ഇങ്ങനെ ഇവർക്ക് ഗുഡ്സ് എല്ലാം തന്നെ കൊടുക്കുന്ന ബീഫും കാര്യങ്ങളെല്ലാം തന്നെ ഗോഡൗണിൽ എടുക്കത്തില്ലേ, അപ്പോൾ അതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ആൾ പറയുകയാണ്, ഞങ്ങൾക്ക് വന്നിട്ട് വളരെ പ്രൈസ് കുറവില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ചരക്ക് വരാനുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ആ സാധനം തരാം, നിങ്ങൾ ഇപ്പോഴേ അതിന് വേണ്ടി അഗ്രിമെൻറ്റ് ഇടുകയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ സമയത്ത് വാങ്ങും ഓക്കെ പറയുകയാണ്. കാരണം അവർക്ക് വലിയൊരു ഗോഡൗൺ ഉണ്ട്, ഇവർക്കാണെങ്കിൽ ആ ബീഫൊക്കെ സ്റ്റോർ ചെയ്തിട്ട് സോസ് ഉണ്ടാക്കാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിന് ഓക്കെ പറയുകയാണ്. ഇനി സുവാങ്ങും നമ്മുടെ ഡോങ്ലോവും കൂടിയിട്ട് അവരുടെ ഓഫീസിൽ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ ഭയങ്കര കളിപ്പായിരിക്കും അവിടെ. വേറെ ഒന്നുമല്ല, അന്ന് നമ്മുടെ പെണ്ണിൻ്റെ അടുത്ത് തെറ്റായിട്ട് നമ്മുടെ സുവാങ്ങിൻ്റെ കമ്പനിയിൽ ചെറുക്കൻ പെരുമാറിയില്ലേ, അവനാണ് ശരിക്കും പറഞ്ഞാൽ സൂവിൻ്റെ കൂടെ വന്നിട്ട് ഈ കമ്പനിയിൽ നിന്ന് ചതിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ സൂ ഇപ്പോൾ നമ്മുടെ ആ ഒരു കമ്പനിയിൽ ഇല്ലല്ലോ, മാത്രമല്ല സൂ അവിടെ നിന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഇറങ്ങി കാണും. അതുകൊണ്ട് തന്നെ അതിന് ഇവനൊരു പണി കൊടുക്കണം എന്ന് വെച്ചിട്ട് ആ ഒരു കമ്പനിയുടെ ആ ഒരു പ്രസിഡൻറ്റ് വന്നിട്ട് ഈ ചെറുക്കൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സൂവും ഈ ചെറുക്കനും തമ്മിൽ സംസാരിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡിങ് എല്ലാം തന്നെ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മയെ കളിപ്പിച്ചിരിക്കും. അപ്പോൾ ആ ഒരു കലിപ്പിലാണ് ഈ ചെറുക്കൻ്റെ മുഖത്ത് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സുവാങ് വരുന്ന സമയത്ത് നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ പറയണം, ഇവനെ വേഗം പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കും, നമ്മുടെ കമ്പനിക്ക് വലിയൊരു ചതിയനാന്നൊക്കെ പറയുന്ന സമയത്ത് സുവാങ് പറയണം, അമ്മയൊന്ന് ആശ്വസിക്കും, ഇവന് കുറച്ച് കാലം സസ്പെൻഷൻ കൊടുക്കാം, ജോലിയൊന്നും കളയണം, നമുക്ക് സംസാരിച്ചെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ചെറുക്കനെ വിടും. അപ്പോൾ ഇവൻ്റെ സുവാങ്ങിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര കലിപ്പ്, നീ എന്തോ ഇങ്ങനെയൊക്കെ മനസ്സിന് കൈൻഡ്നെസ് ഒക്കെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല, നമ്മളൊരു ബിസിനസ് നടത്തുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് സുവാങ് പറയണം, ആക്ച്വലി ഇപ്പോൾ സൂ വന്നിട്ട് സൂവിനെതിരെ ഇപ്പം ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂവിനേക്കാൾ വലിയൊരാൾ അവിടെ നിന്ന് നമുക്കെതിരെ കളിക്കുന്നുണ്ടാവാം, അതുകൊണ്ടാണ് അമ്മ വന്ന് ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ അവനത് പറയേണ്ട കാര്യമില്ല, വേറെ എന്തോ കളി ഇതിനിടയിൽ നടക്കുന്നത്. അപ്പോൾ സൂവിൻ്റെ ഭാഗത്തല്ല തെറ്റ്, വേറെ ആരുടെ ഭാഗത്താണ് നമ്മുടെ കമ്പനിക്കെതിരെ കളിക്കുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്ന സമയത്ത് സുവാങ്ങിൻ്റെ അമ്മയ്ക്കും സുവാങ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. എന്നിട്ടാണെങ്കിൽ സുവാങ് വന്ന് സൂവിനെ മീറ്റ് ചെയ്യട്ടെ. അപ്പോൾ സൂ വന്നിട്ട് ഇപ്പോൾ പുതിയൊരു ബിസിനസ്സിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോലെ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് സുവാങ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കുവാണ് കാര്യങ്ങളെ പറ്റിയും, അതുപോലെ വോയിസ് റെക്കോർഡറെല്ലാം കളിപ്പിക്കുന്ന സമയത്ത് സൂവിന് മനസ്സിലാവുകയാണ് ഇത് വന്നിട്ട് ഇവൻ്റെ ആ ഒരു പ്രസിഡൻറ്റ് ചെയ്തു വയ്ക്കുന്ന പണിയാന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അതെല്ലാം തന്നെ നമ്മൾ വന്ന് സുവാങ്ങിൻ്റെ അടുത്ത് പറയണം, ഇപ്പോൾ വന്നിട്ട് ഇവൻ വന്നിട്ട് അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നില്ല, ആക്ച്വലി സൂ വന്നിട്ട് ആ ഒരു പ്രസിഡൻറ്റിൻ്റെ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മുടെ സുവാങ്ങിനെതിരെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അല്ലാതെ അവന് പേഴ്സണലായിട്ടും
ഒരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ സുവാങ്ങിൻ്റെ അടുത്തില്ല. അത് പറഞ്ഞിട്ട് അവർ രണ്ടും നല്ല ഫ്രണ്ട്സായിട്ടും നമ്മുടെ ഈ ഒരു പ്രസിഡന്റിനെതിരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യും കേട്ടോ. ഈ ഒരു കാര്യം വന്നിട്ട് സുവാങ് നമ്മുടെ ഡോങ്ങിൻ്റെ അടുത്ത് പറയുമ്പോൾ ഡോങ്ങിന് ചെറിയ ടെൻഷൻ. അപ്പോൾ സുവാങ് ഒരു കാര്യം പറയുകയാണ്, ശത്രുവിൻ്റെ ശത്രു എപ്പോഴും നമുക്ക് മിത്രമാണ്, അതുപോലെ കൂടെ നിർത്തുന്നത് നല്ലത്. കാരണം സുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും കാണത്തില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നെന്നും നമ്മുടെ സുവാങ് പറയുക കേട്ടോ. എന്നിട്ട് അന്ന് രാത്രി നമ്മുടെ സൂ വന്നിട്ട് ഈ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഗോഡൗണിൻ്റെ ബ്ലൂ പ്രിൻറ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കാരണം ഒരു കാര്യം കൂടി പറയുകയാണ്, ഇങ്ങനെ ഇവരുടെ കമ്പനിയിൽ ഭയങ്കര ചീപ്പായിട്ടുള്ള പഴകിയ മീറ്റ് ആണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി നമുക്ക് തരം താഴ്ത്താനും അവർ ചെയ്യുന്ന തെറ്റുകൾ നാട്ടുകാരെ മുന്നിൽ കൊണ്ടുവരാനും പറ്റുന്ന പറയുന്ന സമയത്ത് ഇവർ പ്ലാൻ ചെയ്യും. പക്ഷേ ഇവരെല്ലാവരെയും സൂവിൻ്റെ ആ ഒരു പ്രസിഡൻറ്റിനെ അറിയാവുന്നതുകൊണ്ട് നമ്മുടെ ബെയർ കമ്പനികളിൽ 2 പേരെ പറഞ്ഞു വിടുന്നത് കേട്ടോ നോക്കാനായിട്ട്. അപ്പോൾ അവർ പോയിട്ട് ലാസ്റ്റ് വേഷം മാറിയിട്ട് ഇവർ അവിടെ വർക്കേഴ്സിൻ്റെ പോലെ ചെന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇവർക്ക് അറിയത്തൂല. നോക്കുന്ന സമയത്ത് പാക്ക് ചെയ്തിട്ടുള്ള എല്ലാ മീറ്റും വന്ന് വളരെ നല്ല മീറ്റാണ്. അപ്പോൾ അതിലൊരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ അത് വിളിച്ച് പറയുന്ന സമയത്ത് ഇവർ ആ കൺഫ്യൂഷനായി. പക്ഷേ സൂ നമ്മുടെ അടുത്ത് അങ്ങനെയല്ലോ പറഞ്ഞേ, അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പോൾ അവർക്ക് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, വാങ്ങും ഒരു ഗോഡൗണിൽ ചെന്നിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ അവർ ചീപ്പായിട്ട് പ്രൈസിന് തരാമെന്ന് പറഞ്ഞു കാണും. അത് വന്നിട്ട് ഗോഡൗണിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും നമ്മുടെ വാങ്ങ് വന്ന് പെർമിഷൻ കൊടുത്ത് കാണും കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇവർക്ക് ആ ഒരു കാര്യം ഡൗട്ടായിട്ട് ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ഒരു ഗോഡൗണിലേക്ക് പോകാനായിട്ട് നിൽക്കുക. ഈ സെയിം ടൈമിൽ ആ ഒരു ഗോഡൗണിൽ കാണിക്കുകയാണ്. അന്ന് വാങ്ങിൻ്റെ കൂടെ സംസാരിച്ചില്ല, ആ ഗോഡൗണിലേക്ക് ഗുഡ്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഒരാളും. അയാൾ വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂവിൻ്റെ ആ ഒരു പ്രസിഡന്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പിയോനി കമ്പനിയുടെ ഗോഡൗണിൽ ഈ മീറ്റ് എല്ലാം തന്നെ ഇവർ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നാട്ടുകാരെ മുന്നിൽ ഇത് നമ്മൾ ഫിലിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പിയോനി കമ്പനിക്ക് ചീത്ത പേര് വരും. കാരണം വളരെ കെട്ടുപോയിട്ടുള്ള മാംസം വെച്ചാണ് ഇവർ സോസ് ഉണ്ടാക്കുന്നതെന്നുള്ളൊരു പേര് ദോഷം വന്നാൽ പിയോനി കമ്പനി ഒരിക്കലും മുന്നേ വരത്തില്ല. എപ്പോഴും നമ്മുടെ ഈ ഒരു മറ്റേ കമ്പനിയില്ലേ, ഓപ്പോസിറ്റ് കമ്പനി സാഞ്ചിയോ കമ്പനി, അതായിരിക്കും മുന്നേ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള പ്ലാനൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ഇവരെല്ലാവരും വരും കേട്ടോ. മാത്രമല്ല ഡോങ് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂവിൻ്റെ ആ ഒരു പ്രസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ഇവർ തുരത്തി വിടാൻ നിൽക്കുമ്പോഴേക്കും പോലീസ് വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യും കേട്ടോ. ലാസ്റ്റ് ഇയാൾ പോകുന്ന സമയത്തും നമ്മുടെ സുവാങ്ങിൻ്റെ അടുത്ത് പറയാണ്, നീ ഇപ്പം സന്തോഷിച്ചു, നിനക്കുള്ള പണി ഞാൻ വൈകാതെ തന്നിരിക്കും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. മാത്രമല്ല അയാൾക്ക് 10 വർഷത്തേക്ക് ജയിൽ ശിക്ഷയും കൊടുക്കുവാണ്. പിറ്റേന്നാണെങ്കിൽ നമ്മുടെ ഡോങ് ഭയങ്കര ഫേമസ് ആയില്ല. അതുകൊണ്ട് തന്നെ അവളെ കാണാനായിട്ട് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. അവൾക്ക് 1 വർഷത്തേക്ക് 1 മില്യൺ പൈസ കൊടുക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് ഇവളത് റിജക്റ്റ് ചെയ്യണം. പക്ഷേ ഇവളിനി എങ്ങനെ അത് സെലക്ട് ചെയ്യുമോ എന്നുള്ള പേടിയിൽ വേറെ കമ്പനികളിലെ എല്ലാ സ്റ്റാഫ്സും കൂടി ഒളിഞ്ഞിരുന്നിട്ട് ഇത് കേട്ടോണ്ടിരിക്കും ഇവൾ എന്താ പറയുന്നതെന്ന്. ലാസ്റ്റ് ഇവർ പോകുന്ന സമയത്ത് നമ്മുടെ ഡോങ് വന്നിട്ട് പറയണേ, നിങ്ങളെന്താ വിചാരിച്ചു, പൈസ കണ്ട ഞാൻ വാങ്ങി അവരുടെ കൂടെ പോകുന്നു വിചാരിച്ചോ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഇവരെ കമ്പനിയെ പോട്ടെ. അപ്പോൾ അവിടെ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട് ഇവർക്ക്. മാത്രമല്ല ഇനിയൊരു സ്റ്റാഫും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടി വരും നമ്മുടെ അപ്പം സെൻപെണ്ണാട്ടോ. അപ്പം നമ്മുടെ ബെയർ കമ്പനി ബോസ് ചോദിക്കുകയാണ്, നീ ഇവളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ഇവളെ ഈ ഒരു കമ്പനിക്ക് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ലാസ്റ്റ് ഡോങ് ഇവളെ സെലക്ട് ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു തെറ്റ് പറ്റിയതല്ലേ, ക്ഷമിക്കാം എന്നുള്ള രീതിക്ക് അവളെയും കൂടി അവരെ കൂടെ ചേർക്കുവാണ്. അന്ന് രാത്രിയാണെങ്കിൽ ഇവൾക്ക് വെഡ്ഡിങ്ങിന് പ്രപ്പോസ് ചെയ്യണമല്ലോ. പക്ഷേ ഇവളുടെ റിങ്ങിൻ്റെ സൈസ് ഇവൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവൾ ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് നൈസിന് ഒരു കോപ്പർ വയർ വെച്ചിട്ട് ഇവൾ വിരലിൻ്റെ അളവെടുക്കട്ടെ. അളവെടുത്ത് കഴിയുന്ന സമയത്ത് ഇവൾ എണീക്കുമ്പോൾ ഇവൻ നൈസിന് പറയണം, ഓ അതൊന്നുമല്ല, നീ ഉറങ്ങുമല്ലേ, ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വെച്ചാൽ അതാന്ന് പറഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് പോവാട്ടോ. ഇനി പിറ്റേന്നാണെങ്കിൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് റിങ്ങൊക്കെ എടുത്ത് പ്രപ്പോസ് ചെയ്യാനായിട്ട്. ആ സമയത്ത് നമ്മുടെ ഫാറ്റി ഉണ്ടല്ലോ ഓടി വന്നിട്ട് പറയണം, നമ്മൾ ഡോങ്ങിന് എന്ത് സംഭവിച്ചു, അവൾ പെട്ടെന്ന് തളർന്ന് വീണെന്നൊക്കെ പറയുന്ന സമയത്ത് സുവാങ് ടെൻഷൻ അടിച്ച് മേലെ കയറി പോകുമ്പോൾ എന്താ, ഇവൻ എങ്ങനെയാണോ വെഡ്ഡിങ് പ്രപ്പോസ് ചെയ്യാനായിട്ടും എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്, അതേപോലെ നമ്മുടെ ഡോങ്ങും എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് ഇവരെല്ലാം സഹായത്തോടെ. അത് കഴിഞ്ഞിട്ട് റിങ് കൊടുത്തിട്ട് സുവാങ്ങിനെ വന്ന് ഡോങ് പ്രപ്പോസ് ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോസ് ചെയ്ത് അവർ കിസ് ചെയ്തിട്ട് അവരുടെ വെഡ്ഡിങ് പ്രപ്പോസൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ. ഇതെല്ലാം കണ്ട ആ ബെയർ കമ്പനിയിലെ സ്റ്റാഫ്സ് എല്ലാം അവിടെയുണ്ട്, ഫ്രണ്ട് പെണ്ണ് അവിടെയുണ്ട്, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് ഇനി നമ്മുടെ സുവാങ്ങിൻ്റെയും ഡോങ്ങിൻ്റെയും നല്ലൊരു ലൈഫിന് വേണ്ടി വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതോട് കൂടിയാണ് നമ്മുടെ ഈ ഡ്രാമയുടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.